ആലപ്പുള്ളി ക്രിമിനൽസിനെ പിടിക്കുമ്പോൾ അവർ പറയും സാറേ എങ്ങനെയാലും എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഒന്ന് വിടണം. എന്ത് പറ്റി? ജയിലിലാണെങ്കിൽ കൃത്യം 50 ഗ്രാം ബീഫ് കറക്റ്റ് തരും, അല്ലെങ്കിൽ ചിക്കൻ കിട്ടും. അതിനെല്ലാം കണക്കുണ്ട്. പുറത്തുള്ളവന്റെ കാര്യം ആരും അറിയുന്നില്ല. അതായത് ഈ മജോറിറ്റി വരുന്ന 3.5 കോടിയിൽ എത്ര പേര് ആത്മഹത്യ എന്ന് ആരും അറിയുന്നില്ല. ആകപ്പാടുള്ള ഈ 30,000 ആൾക്കാരും അപകടം വരുന്നതാണ് അറിയുന്നത്. അപ്പം ജയിലിനകത്ത് കിടന്നാൽ അവിടെ മനുഷ്യാവകാശം വരും. അവന് കൃത്യസമയത്ത് ചോറിന്റെ അളവ് കുറവുണ്ട്, പ്രശ്നമുണ്ട്, അവന് എക്സസൈസ് ചെയ്യണം. ഇതെല്ലാം ആരുടെ കാശാ? നമ്മുടെ കാശ്. എന്നാൽ അവൻ പുറത്ത് വന്നാലോ അവന് ചോറ് കിട്ടുന്നുണ്ടോ അവന് കിട്ടുന്നുണ്ടോ ആരും നോക്കാനില്ല. ഇതാണ് നമ്മുടെ സമൂഹം. അപ്പൊ നമ്മളൊന്ന് ചുരുക്കേണ്ട ഒരു സംഭവം. ഇതൊരു ഇപ്പം LDF എടുത്താലും UDF എടുത്താലും ഒരാൾ അങ്ങെടുത്തു. ഇത് നല്ലതാണോ ചീത്തയാണോ നോക്കുക. നടപ്പാവുമെങ്കിൽ ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് എത്ര ഇപ്പൊ വില കൂടിക്കൊണ്ടിരിക്കുന്നു, ഡീസൽ കൂടിക്കൊണ്ടിരിക്കുന്നു, എത്രയാലും ഒരു 10, 100, 150 രൂപ ഇവർക്ക് ഡെയിലി ലാഭം കിട്ടും അല്ലേ? കൂടാതെ ഇവർക്ക് ജോലി അന്വേഷിച്ച് പോകാൻ, കുട്ടികളെ കൊണ്ടൊന്ന് പുറത്തു പോകാൻ, അല്ലെങ്കിൽ വിനോദത്തിന് പോകാൻ, ഇങ്ങനെ എന്തൊക്കെ അവസരങ്ങളാ. ഈ കാലി പോകുന്ന ബസ്സിലൊക്കെ ആള് കയറിക്കോളൂല്ലോ. ഇപ്പൊ നിങ്ങൾക്കറിയാം മജോറിറ്റി ബസ്സും കാലിയാ ഓടുന്നത്, അറിയാലോ അല്ലേ? ആണോ അല്ലയോ? അവിടെ ഫ്രീ ആകുമ്പോ പിന്നെ ആള് കയറി പൊക്കോളും. അപ്പൊ അതുകൊണ്ട് ഇതൊരു ക്ഷേമ പ്രവർത്തനമാണ്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. KSRTC ചെയ്തിട്ടൊന്നുമില്ല. വണ്ടികളിൽ ആള് നിറയും.